ഹലോ കുട്ടികളെ, എല്ലാവർക്കും പ്ലസ് വൺ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കെമിസ്ട്രിയിൽ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് കെമിസ്ട്രിയിലെ കുറച്ച് ബേസിക് കൺസെപ്റ്റ്സ് ആണ്. സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. അത് നമ്മൾ പഠിച്ചു വന്ന കാര്യങ്ങൾ, അതായത് 10th വരെ നമ്മൾ പഠിച്ചിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ ഈ ചാപ്റ്ററിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 10th പഠിച്ച അല്ലെങ്കിൽ 9th പഠിച്ച കുറച്ച് കാര്യങ്ങൾ അല്പം കൂടെ വിശദീകരിച്ച് എലാബറേറ്റ് ചെയ്ത് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നുള്ളതിനപ്പുറം മറ്റ് കാര്യങ്ങളൊന്നും ഈ ചാപ്റ്ററിനകത്തില്ല. നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ കുറച്ചുകൂടെ ആഡ് ചെയ്യുന്നു. അപ്പൊ അത് ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക. അതിൽ നിന്ന് നമുക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ കഴിയും. ആ നോട്ടിനകത്തുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ക്ലാസ് ശ്രദ്ധാപൂർവം വീക്ഷിക്കുക. കെമിസ്ട്രിയെ കുറിച്ച് നോബൽ പ്രൈസ് ജേതാവായ റോൾഡ് ഹോഫ്മാൻ എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. Chemistry is the science of molecules and their transformations. It is the science not so much of the 100 elements but of the infinite variety of molecules that may be built from them എന്നാണ് റോൾഡ് ഹോഫ്മാൻ പറഞ്ഞത്. അതായത് കെമിസ്ട്രി എന്ന് പറയുന്നത് മോളിക്യൂൾസിന്റെ സയൻസ് എന്ന് നമുക്ക് പറയാം. അവയുടെ ട്രാൻസ്ഫോർമേഷൻസ്, നമ്മൾ കാണുന്ന 100 എലമെന്റ്സ്, ആ എലമെന്റ്സിനെ കുറിച്ച് മാത്രമല്ല, അവ ചേർന്നുണ്ടാകുന്ന ഇൻഫിനിറ്റ് ആയിട്ടുള്ള മോളിക്യൂൾസിനെ കുറിച്ചുള്ള സ്റ്റഡി എന്ന് നമുക്ക് കെമിസ്ട്രി പറയാം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, കെമിസ്ട്രി is the branch of science that deals with the properties, structure and composition of matter and changes which the matter undergoes under different conditions and the laws govern these changes. കെമിസ്ട്രി എന്ന് പറയുന്നത് സയൻസിന്റെ ഒരു ബ്രാഞ്ചാണെന്ന് നമുക്കറിയാം. അതിനകത്ത് നമ്മൾ ഡീൽ ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, മാറ്ററിന്റെ സ്ട്രക്ചർ, മാറ്ററിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, മാറ്ററിന് കോമ്പോസിഷൻ എന്താണ്, മാറ്ററിനുണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, ഓരോ കണ്ടീഷനിലും മാറ്ററിനുണ്ടാകുന്ന ചേഞ്ച് എന്താണ്, എന്തൊക്കെ ലോസ് ആണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്നത്, ഏതൊക്കെ ലോയാണ് ഈ ചേഞ്ചസിനെ ഗവേൺ ചെയ്യുന്നത്. ഇത്രയും കാര്യമാണ് നമ്മൾ കെമിസ്ട്രിയിൽ മെയിനായിട്ട് പഠിക്കാറുള്ളത്. അപ്പൊ കെമിസ്ട്രിയുടെ 2 ഡെഫിനിഷനായി. നമ്മൾ ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി ആയിട്ട് കണക്കാക്കുന്നത് ആരെയാണ്? നമുക്കറിയാം. ആരാ? നമ്മുടെ ആന്റോയിൻ ലാവോയ്സിയ. ആന്റോയിൻ ലാവോയ്സിയ ആണ് നമ്മൾ ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി ആയിട്ട് കണക്കാക്കുന്നത്. നമ്മൾ ജസ്റ്റ് ബേസിക് എന്ന് പറയുന്നു അത്രമാത്രം. പരീക്ഷയ്ക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമൊന്നും ചോദിക്കാറില്ല. ഓക്കെ, അടുത്ത് നമ്മൾ പോകുന്നത് കെമിസ്ട്രിക്ക് ഏതൊക്കെ ബ്രാഞ്ചസ് ഉണ്ട് എന്നതാണ് നമ്മൾ നോക്കുന്നത്. കെമിസ്ട്രിയിൽ നിലവിലുള്ള ബ്രാഞ്ചസ്, there are a large number of branches for chemistry. Some of them are, first one, inorganic chemistry. കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ് ഇനോർഗാനിക് കെമിസ്ട്രി. നമ്മൾ ഇനോർഗാനിക് കെമിസ്ട്രി എന്ന് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കത്തില്ല. ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് ചെല്ലുമ്പോൾ ഇനോർഗാനിക് കെമിസ്ട്രി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടി വരും. നമുക്കറിയാം. സെക്കൻഡ് വൺ നമ്മൾ പറയുന്നു ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് അറിയാം നമുക്ക്, നമ്മൾ 10th പഠിച്ചിട്ടുണ്ട്. കാർബൺ കോമ്പൗണ്ട്സ്, അതിൽ ഹൈഡ്രോ കാർബൺസ് എന്ന സെക്ഷൻ വരുന്നത് ഓർഗാനിക് കെമിസ്ട്രിയിലാണ്, നമുക്കറിയാം. അടുത്ത ഫിസിക്കൽ കെമിസ്ട്രി, മറ്റൊരെണ്ണം അനലിറ്റിക്കൽ കെമിസ്ട്രി, ഇനി ഒരെണ്ണം പോളിമർ കെമിസ്ട്രി, ബയോ കെമിസ്ട്രി, മെഡിസിനൽ കെമിസ്ട്രി, ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി, ഹൈഡ്രോ കെമിസ്ട്രി, ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് ഗ്രീൻ കെമിസ്ട്രി. ഇപ്പൊ നമ്മൾ കെമിസ്ട്രി ഡിഫറെന്റ് ബ്രാഞ്ചസ് ആണ് പറഞ്ഞത്. ഇനോർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി, അനലിറ്റിക്കൽ കെമിസ്ട്രി, പോളിമർ കെമിസ്ട്രി, ബയോ കെമിസ്ട്രി, മെഡിസിനൽ കെമിസ്ട്രി, ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി, ഹൈഡ്രോ കെമിസ്ട്രി
ഇലക്ട്രോകെമിസ്ട്രി ആൻഡ് ഗ്രീൻ കെമിസ്ട്രി. ഇതിൽ നേരത്തെയൊക്കെ നമുക്ക് 10th ഗ്രീൻ കെമിസ്ട്രിയെ കുറിച്ച് പഠിക്കാനുണ്ടായിരുന്നു. അത് കുറേയേറെ ഇത്തവണ അവോയ്ഡ് ചെയ്തു. പുതിയ ടെക്സ്റ്റ് വന്നപ്പോൾ ആ സെക്ഷനൊക്കെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് +1 +2 പഠിക്കാനായിട്ട് പറ്റുന്നത്. നമ്മൾ കൂടുതലും പഠിച്ചു വരുന്നതിൽ ഈ പറയുന്ന പല സെക്ഷൻസും ഉണ്ടാകും. ഇപ്പം നമ്മളത് ഐസൊലേറ്റ് ചെയ്ത് പഠിക്കുന്നില്ല എന്ന് മാത്രം. ഹയർ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ ഐസൊലേറ്റ് ചെയ്ത് പഠിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അടുത്ത നമ്മൾ കെമിസ്ട്രിക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ എന്തെല്ലാം ഇമ്പോർട്ടൻസ് ആണ് ഉള്ളതെന്നാണ്. ഇമ്പോർട്ടൻസ് ആൻഡ് സ്കോപ്പ് ഓഫ് കെമിസ്ട്രി. ഫസ്റ്റ് വൺ, സപ്ലൈ ഓഫ് ഫുഡ്. ഫുഡ് സപ്ലൈയിൽ നമുക്ക് കെമിസ്ട്രി എന്തെല്ലാമാണ് ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി നമ്മളത് പറയുന്നത്, നമ്മൾ കെമിസ്ട്രിയിൽ കെമിക്കൽസ് പ്രിപ്പയർ ചെയ്യുന്നത്, അതായത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. യൂറിയ, കാൽഷ്യം സൂപ്പർ ഫോസ്ഫേറ്റ്, സോഡിയം നൈട്രേറ്റ്, അമോണിയം സൾഫേറ്റ് പോലുള്ള കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, അത് നമുക്ക് അഗ്രികൾച്ചറിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ക്രോപ്സിന് ഡിസ്ട്രോയ് ചെയ്യുന്ന ഇൻസെക്ട്സിനെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ ആവശ്യമായ ഇൻസെക്ടിസൈഡ്സ്, ഫംഗിസൈഡ്സ്, പെസ്റ്റിസൈഡ്സ്, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് കെമിസ്ട്രി ആയിരിക്കും. ഫുഡ് പ്രിസർവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ കെമിക്കൽസ് തന്നെയാണ്. അതേപോലെ ഫുഡിന് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്ന എൻഹാൻസേഴ്സ് ഒക്കെ നമ്മൾ 8th പഠിച്ചിട്ടുണ്ട്. ആ എൻഹാൻസേഴ്സ്, ഫുഡിന്റെ ടേസ്റ്റ് എൻഹാൻസേഴ്സ് എല്ലാം കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. അങ്ങനെ ഫുഡിനുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഫീൽഡിൽ നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കെമിസ്ട്രി എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നത് ബെറ്റർ ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ. നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ COVID-19 വന്ന സമയത്ത് അതിന് വേണ്ട മെഡിസിൻ കണ്ടെത്താനായിട്ട് എല്ലാവരും കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്, അല്ലെ? വളരെയധികം കഷ്ടപ്പെട്ട് പരിശ്രമിക്കുന്നുണ്ട് മാക്സിമം അതിന് പറ്റിയൊരു മെഡിസിൻ കണ്ടെത്തുക എന്നുള്ളത്. അത് ഏത് ബ്രാഞ്ചുമായിട്ട് റിലേറ്റ് ചെയ്യും? നമ്മുടെ കെമിസ്ട്രിയുമായിട്ട്. കെമിക്കൽസ് ആണ് യൂസ് ചെയ്യുന്നത് നമ്മൾ മെഡിസിൻസ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഫീൽഡാണ് മെഡിക്കൽ ഫീൽഡ്. കെമിസ്ട്രിയാണ് ആ ഫീൽഡ് എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് സാനിറ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഹാൻഡ് സാനിറ്റൈസേഴ്സ്, നമ്മൾ COVID-19 വന്നപ്പോൾ തന്നെ നമ്മളെപ്പോഴും കൈകൾ വൃത്തിയായി സൂക്ഷിക്കണം. സാനിറ്റൈസേഴ്സ് മാക്സിമം യൂസ് ചെയ്യണം. അതേപോലെ നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഡെറ്റോൾ പോലുള്ള മെറ്റീരിയൽസ്, അപ്പോൾ ക്ലീനിങ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം കെമിക്കൽസ് ആണ്, അല്ലേ? അപ്പോൾ അത് നമുക്ക് കെമിസ്ട്രിയിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം, ഹെൽത്തും സാനിറ്റേഷനും. ഓക്കെ, അടുത്തതാണ് സേവിങ് ദ എൻവയോൺമെന്റ്. നമുക്ക് എൻവയോൺമെന്റിനെ എങ്ങനെ സേവ് ചെയ്യാം? കെമിസ്ട്രിയുമായി റിലേറ്റ് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ എൻവയോൺമെന്റിനെ സേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു കണക്കിന് നമുക്ക് കെമിക്കൽസ് തന്നെ നമ്മൾ എൻവയോൺമെന്റിനെ പൊല്യൂട്ട് ചെയ്യുന്നു. ആ പൊല്യൂഷൻ ഒഴിവാക്കാൻ പറ്റുന്ന മറ്റ് കെമിക്കൽസ്, അല്ലെങ്കിൽ പൊല്യൂഷൻ മിനിമൈസ് ചെയ്യുന്ന മറ്റ് കെമിക്കൽസ് കണ്ടുപിടിച്ച് നമ്മൾ എൻവയോൺമെന്റിനെ സേവ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. ഓക്കെ, അടുത്തത് ഇൻക്രീസ് ഇൻ കംഫർട്ട്, പ്രഷേഴ്സ് ആൻഡ് ലക്ഷറീസ്. നമുക്ക് നമ്മുടെ കംഫർട്ട്സ്, നമ്മുടെ പ്രഷേഴ്സ്, നമ്മുടെ ലക്ഷറീസ് ലൈഫ്, അതിന് ഒരു ഇൻക്രീസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കെമിസ്ട്രിയാണെന്ന് നമുക്ക് പറയാം. നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ് മെറ്റീരിയൽസ്, പുതിയ പുതിയ ഡ്രസ്സ്, പുതിയ മോഡലുകൾ, അതിന് വേണ്ട ഡ്രസ് മെറ്റീരിയൽസ് വേണം. ആ ഡ്രസ് മെറ്റീരിയൽസ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കറിയാവുന്ന ഫൈബേഴ്സ്, അല്ലേ? അതിന് കെമിക്കൽസ് വേണം. കെമിക്കൽസ് യൂസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നു. ബിൽഡിംഗ് മെറ്റീരിയൽസിന് വേണ്ടി വരും. ഇനി നമുക്ക് ഗോൾഡ് പോലുള്ള ഓർണമെന്റ്സ്, അതിന് കെമിസ്ട്രി എന്ന ഫീൽഡ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട്, കെമിക്കൽസിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ കെമിസ്ട്രി എന്ന ബ്രാഞ്ചിന്റെ ഹെൽപ്പോടുകൂടി പ്രിപ്പയർ ചെയ്യുന്ന ഒത്തിരിയധികം മെറ്റീരിയൽസ് ഉണ്ടാവും. ഈവൻ നമ്മുടെ സിനിമ നമ്മൾ കാണുന്ന ആ ടെക്നോളജീസ് വരെ അതിൽ കെമിക്കൽസിന്റെ പ്രസൻസ് ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇത്രയും നമ്മുടെ ലൈഫുമായി റിലേറ്റ് ചെയ്ത് ലൈഫ് കംഫർട്ട്സിനും പ്ലഷേഴ്സിനും ആവശ്യമായ എല്ലാ ഹെൽപ്പും കെമിസ്ട്രി ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊന്ന്, ന്യൂക്ലിയർ ഓർ അറ്റോമിക് എനർജി. നമുക്കറിയാം, ഒരു വില്ലൻ ആണ് ആള്, എന്നാൽ പോലും നമ്മൾ എനർജി പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് അത്.
ബോംബ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലാതെ നമുക്ക് എനർജി പ്രൊഡക്ഷന് വേണ്ടി ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ യൂസ് ചെയ്യുന്നത്. ആ എനർജി വെച്ചിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനർജി പ്രൊഡക്ഷൻ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. അത് കെമിസ്ട്രിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ആപ്ലിക്കേഷൻസ് ഇൻ ഇൻഡസ്ട്രി, നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ ലക്ഷറീസ് ലൈഫിന് വേണ്ട മെറ്റീരിയൽസ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഉണ്ടാവും. ആ ഇൻഡസ്ട്രീസിൽ ഒരുപാട് കെമിക്കൽസ്, ലോട്ട്സ് ഓഫ് കെമിക്കൽസ് ആർ യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ്. ആപ്ലിക്കേഷൻ ഇൻ വാറിന് യൂസ് ചെയ്യുന്ന വെപ്പൺസ്, അതിന്റെ പ്രൊഡക്ഷന് കെമിക്കൽസ് വേണ്ടി വരും. അതിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിന്റെ പ്രൊഡക്ഷൻ. അതേപോലെ കെമിക്കൽ വെപ്പൺ തന്നെ നമ്മൾ ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. വേൾഡ് വാർ ടൈമിലൊക്കെ കെമിക്കൽ വെപ്പൺസ് തന്നെ ഡയറക്റ്റ് യൂസ് ചെയ്തിരുന്നു. ഇപ്പോഴും അത്തരം കെമിക്കൽസ് പലതും സ്റ്റോർ ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ കെമിസ്ട്രിയുടെ ഇമ്പോർട്ടൻസ് വരുന്ന ഫീൽഡുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുകൊണ്ട് മാത്രം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. ഇനി നമുക്ക് നോക്കാനുള്ളത് മാറ്റർ എന്താണെന്നാണ്. വാട്ട് ഈസ് മാറ്റർ? നമ്മൾ എയ്ത്തിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അത് തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നു, ചെറിയൊരു വേരിയേഷൻ മാത്രം. മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഓക്യുപൈസ് സ്പേസ് ആൻഡ് ഹാസ് എ ഡെഫിനിറ്റ് മാസ് ആൻഡ് ക്യാൻ ബി പെർസീവ്ഡ് ബൈ എനി ഓഫ് അവർ സെൻസ് ഓർഗൻസ്. മാറ്റർ എന്ന് പറയുന്നത് ഒരു സ്പേസ് ഒക്കുപ്പൈ ചെയ്യാൻ ഒരു സ്പേസ് ആവശ്യമുള്ളതും ഒരു ഡെഫിനിറ്റ് മാസ് ഉള്ളതുമായ ഏതിനെയും നമ്മൾ മാറ്റർ എന്ന രീതിയിൽ ഉൾപ്പെടുത്താറുണ്ട്. അതായത് നമ്മൾ എയ്റ്റിൽ പഠിച്ചത്, അതിന്റെ കൂടെ നമ്മളിവിടെ ചേർക്കുന്നത് presence of which can be felt by our sense organs. Matter is anything that occupies space and has no definite mass and can be perceived or felt by our sense organs. നമ്മുടെ സെൻസ് ഓർഗൻസ് വെച്ച് നമുക്ക് പെർസീവ് ചെയ്യാൻ കഴിയുന്ന, നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമുക്ക് അതിനെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്ന എന്തിനേയും നമ്മൾ മാറ്റർ എന്ന് വിളിക്കുന്നു. ഒരു പർട്ടിക്കുലർ സ്പേസിൽ ഒക്കുപ്പൈ ചെയ്യും, ഡെഫിനിറ്റ് മാസം ഉണ്ടാവും. അത് നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു സെൻസ് ഓർഗൻ വെച്ചിട്ട് നമുക്ക് അതിനെ പെർസീവ് ചെയ്യാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് മാറ്റർ എന്ന് വിളിക്കാം. ഈ മാറ്ററിന്റെ ഡിഫറെന്റ് സ്റ്റേറ്റ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അത് എയ്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ബേസ്ഡ് ഓൺ ദ ഫിസിക്കൽ സ്റ്റേറ്റ് വി ക്യാൻ ഡിവൈഡ് മാറ്റർ ഇൻടു ഡിഫറെന്റ് കാറ്റഗറീസ്. ഫിസിക്കൽ സ്റ്റേറ്റിനനുസരിച്ച് നമുക്ക് മാറ്ററിനെ ഡിഫറെന്റ് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് സോളിഡ് സ്റ്റേറ്റ്. സ്റ്റേറ്റിനകത്ത് പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ് എന്നെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോൾ സോളിഡ് സ്റ്റേറ്റിന് പ്രത്യേകിച്ച് ചാപ്റ്റർ വൈസ് തന്നെ നമ്മൾ കണ്ടൻസ് പഠിക്കും. അതുകൊണ്ട് ജസ്റ്റ് ഇവിടെ നമ്മൾ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ മാത്രമാണ് പറയുന്നത്. ഫസ്റ്റ് വൺ സോളിഡ്, സെക്കൻഡ് വൺ ലിക്വിഡ് സ്റ്റേറ്റ്, തേർഡ് വൺ ഗേഷ്യസ് സ്റ്റേറ്റ്. അപ്പൊ ഈ പ്ലസ് വൺ പ്ലസ് ടുവില് നമ്മൾ മൊത്തം ഈ 3 സ്റ്റേറ്റ്സിനെ കുറിച്ചായിരിക്കും പഠിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 3 സ്റ്റേറ്റ്സിന്റെ സ്പെഷ്യാലിറ്റീസ് ആണ് നമ്മൾ പഠിക്കാറ്. എന്നാൽ പോലും ഇനിയും സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഉണ്ട്. നമുക്കറിയാം സോളിഡ്, ലിക്വിഡ്, ഗ്യാസും അല്ലാതെ തന്നെ നമ്മൾ എയ്റ്റിൽ പഠിച്ച ബാക്കി സ്റ്റേറ്റുകൾ കൂടെ നോക്കാം. ഫോർത്ത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്ലാസ്മ സ്റ്റേറ്റ്. അത് ഹൈലി അയണൈസ്ഡ് സ്റ്റേറ്റ് ആണ്, ഹോട്ട് സ്റ്റേറ്റ് ആണെന്ന് നമുക്ക് പറയാം. നമ്മുടെ ചാൾസിനകത്തുള്ള ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്ലാസ്മ സ്റ്റേറ്റ് ആണെന്ന് പറയപ്പെടുന്നു. ഇനി ഫിഫ്ത്ത് സ്റ്റേറ്റ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഹൈലി സൂപ്പർ കൂൾഡ് സ്റ്റേറ്റ് എന്നൊരു വിശേഷണമുണ്ട് ഇതിന്. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് 2 സയന്റിസ്റ്റുമാരുടെ പേരിൽ അറിയപ്പെടുന്നതാണ് ഈ ഒരു സ്റ്റേറ്റ്, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത്. സിക്സ്ത് വൺ ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആൻഡ് സെവൻത് വൺ സൂപ്പർ ഫ്ലൂയിഡ് സ്റ്റേറ്റ്. അപ്പോൾ 7 സ്റ്റേറ്റുകളാണ് നമുക്ക് ഫിസിക്കൽ സ്റ്റേറ്റ്സ് ആയിട്ട് തൽക്കാലം പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒന്ന് പേര് ഓർത്തു വയ്ക്കാനെങ്കിലും ഉള്ളത്. അത് എയ്റ്റിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇവിടെ അതിന്റെ പേരുകൾ കൂടെ ഒന്ന് ഓർക്കുന്നു. സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗേഷ്യസ് സ്റ്റേറ്റ്, പ്ലാസ്മ സ്റ്റേറ്റ്, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആൻഡ് സൂപ്പർ ഫ്ലൂയിഡ് സ്റ്റേറ്റ്. അപ്പൊ ഈ 7 സ്റ്റേറ്റുകൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാം. അടുത്ത് നമ്മൾ നോക്കുന്നത് ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൗ മാറ്റർ ഇസ് ക്ലാസിഫൈഡ്. Matter is classified according to the chemical composition. According to the chemical composition, matter is classified into 2.
പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചേഴ്സ്. അപ്പോൾ മാറ്റർ നമുക്ക് പ്യുവർ സബ്സ്റ്റൻസ് ഒന്നും മിക്സ്ചർ ഒന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. വാട്ട് ഇസ് പ്യുവർ സബ്സ്റ്റൻസ്? പ്യുവർ സബ്സ്റ്റൻസ് ആർ made up of only one type of particles. Pure substance can be classified into two. Again, they are elements and compounds. പ്യുവർ സബ്സ്റ്റൻസിനകത്ത് ഒരു ടൈപ്പ് പാർട്ടിക്കിൾസ് മാത്രമേ ഉണ്ടാകാറുള്ളൂ. ആ പ്യുവർ സബ്സ്റ്റൻസ് തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും, കോമ്പൗണ്ട്സ് എന്നും എലമെന്റ്സും. ഇപ്പോൾ കോമ്പൗണ്ട്സും എലമെന്റ്സും പ്യുവർ സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആണ്. ഈ രണ്ടു പേർക്കകത്തും സെയിം ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് മാത്രമേ കാണപ്പെടാറുള്ളൂ. പ്യുവർ സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ചോദിച്ചാൽ കോമ്പൗണ്ടും പറയാം, എലമെന്റും പറയാം. ഓക്കെ, പ്യുവർ സബ്സ്റ്റൻസ് കണ്ടെയ്ൻ only one type of particles: sodium, potassium, hydrogen, oxygen, helium, carbon dioxide, water, ammonia, cane sugar. Pure substances are divided into two: elements and compounds. അപ്പോൾ പ്യുവർ സബ്സ്റ്റൻസ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സോഡിയം, പൊട്ടാസ്യം, ഹൈഡ്രജൻ, ഓക്സിജൻ, ഹീലിയം, ഇത്രയും പേര് ഇതിനകത്ത് എലമെന്റ്സ് ആണ്. അതേസമയം കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, അമോണിയ, കെയിൻ ഷുഗർ, ഇത്രയും പേര് കോമ്പൗണ്ട്സും ആണ്. അപ്പോൾ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഓൺലി വൺ ടൈപ്പ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ, ഒരേ ടൈപ്പ് പാർട്ടിക്കിൾസ് മാത്രമാണ് ഉള്ളതെങ്കിൽ അതിനെ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വിളിക്കാം. അതിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, എലമെന്റ്സ് എന്നും കോമ്പൗണ്ട്സ് എന്നും. ഈ എലമെന്റ്സും കോമ്പൗണ്ട്സും പ്യുവർ സബ്സ്റ്റൻസ് ആണ്. രണ്ടുപേരുടെയും എക്സാമ്പിളുകൾ നമ്മൾ ഇതിനകത്ത് പ്യുവർ സബ്സ്റ്റൻസ് രീതിയിൽ ഉൾപ്പെടുത്താം. ഇപ്പൊ എലമെന്റ് പറഞ്ഞാലും കോമ്പൗണ്ട് പറഞ്ഞാലും രണ്ടുപേരും പ്യുവർ സബ്സ്റ്റൻസ് എന്ന കാറ്റഗറിയിൽ വരുന്നവർ തന്നെയാണ്. ഇനി എന്താണ് എലമെന്റ്, എന്താണ് കോമ്പൗണ്ട്? വാട്ട് ഇസ് എലമെന്റ്, വാട്ട് ഇസ് കോമ്പൗണ്ട്? അതാണ് നമുക്ക് നോക്കാനുള്ളത്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് എലമെന്റ്സിനെ കുറിച്ചാണ്. എലമെന്റ്സ് ആർ പ്യുവർ സബ്സ്റ്റൻസസ് which contain only one type of particles. These particles may be of atoms or molecules. The term element was first introduced by Robert Boyle, the father of ancient chemistry. Now there are about 118 elements. Some elements exist as monoatomic and some others are polyatomic: hydrogen, nitrogen, oxygen, diatomic. These particles may be of atoms or molecules. ഒരു ടൈപ്പ് പാർട്ടിക്കിൾ ആണ് നമ്മൾ പറഞ്ഞു. ഇത് ചിലപ്പോൾ ആറ്റത്തിന്റെ ആകാം, ചിലപ്പോൾ മോളിക്യൂളിന്റെ ആകാം. ഇപ്പോൾ ഒരു എലമെന്റിനകത്ത് ഒന്നിൽ ആറ്റം ആകാം, അല്ലെങ്കിൽ മോളിക്യൂൾ ആകാം. ദ ടേം എലമെന്റ് വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ റോബർട്ട് ബോയിൽ. റോബർട്ട് ബോയിലാണ് എലമെന്റ് എന്ന വേർഡ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബോയിൽ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഏൻഷ്യന്റ് കെമിസ്ട്രി. ഏൻഷ്യന്റ് കെമിസ്ട്രിയുടെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്നത് റോബർട്ട് ബോയിലാണ്. Now there are 118 elements present in the periodic table. നമ്മൾ 118 elements ആണ് ഇപ്പോൾ പറയുന്നത്. Some of the elements exist as monoatomic. കുറച്ച് പേര് monoatomic ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. And some others are polyatomic. Hydrogen, nitrogen, oxygen. These three elements exist as diatomic. ഇപ്പോൾ ഹൈഡ്രജൻ, നൈട്രജനും ഓക്സിജനും ഡയറ്റോമിക് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന മോളിക്യൂൾസ് ആണ്. മീൻസ് ഇതിന്റെ ഒരു മോളിക്യൂളിനകത്ത് രണ്ട് ആറ്റങ്ങൾ കാണും: സോഡിയം, പൊട്ടാസ്യം, ലിഥിയം, കാൽഷ്യം. ഇവര് മെറ്റൽസ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ മോണോ ആറ്റോമിക് ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. അതല്ലാതെ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി മോണോ ആറ്റോമിക് മോളിക്യൂൾസ് നമുക്കുണ്ട്. ഇതല്ലാതെ polyatomic means more than two. Which are they? Phosphorus, sulfur. They are polyatomic. So elements are pure substances which contain only one type of particles. These particles may be of atoms or molecules. The molecules can be divided into three: monatomic, diatomic, and polyatomic. Hydrogen, nitrogen, oxygen, etc. are diatomic. Sodium, potassium, lithium, calcium, etc. are monatomic. And phosphorus, sulfur, these two are considered as polyatomic.
അപ്പോൾ ഇതാണ് നമുക്ക് മോളിക്യൂൾസിന്റെ കാര്യവും ആറ്റത്തിന്റെ കാര്യവുമായിട്ട് പറയാനുള്ളത്. എലമെന്റ്സ് എന്ന കാറ്റഗറിയിൽ നമ്മൾ പറയുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് ആരെക്കുറിച്ചായിരിക്കും? യെസ്, കോമ്പൗണ്ട്സിനെ കുറിച്ച്. വാട്ട് ഈസ് കോമ്പൗണ്ട് എന്ന് നമുക്ക് നോക്കാം. Compounds are pure substances which contain more than one type of atoms or two or more atoms combined chemically to form compound. Compound form ചെയ്യുന്നതിന് two or more elements എന്ത് ചെയ്യുന്നു? കമ്പൈൻ ചെയ്യുന്നു. Compounds are pure substances which contain more than one type of atoms. ഒന്നിൽ കൂടുതൽ ടൈപ്പ് ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ കോമ്പൗണ്ട് എന്ന് വിളിക്കും. Or two or more elements combined chemically to form compounds. Example: carbon dioxide, water, ammonia, sulfuric acid. In this compound there were more than one type of atoms. Different elements were combined to form compounds. Atoms of different elements were combined to form compounds. അത് പ്രത്യേകം ആലോചിക്കണം. രണ്ട് ഡിഫറെന്റ് എലമെന്റ്സിന്റെ ആറ്റങ്ങളാണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ആറ്റങ്ങളാണെങ്കിൽ അത് കോമ്പൗണ്ട് ആയിട്ട് മാറാറുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് മിക്സർ എന്താണെന്ന് നോക്കാം. നമ്മൾ മാറ്ററിനെ പ്യൂർ സബ്സ്റ്റൻസിനും മിക്സറിനുമാണല്ലോ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത്. പ്യൂർ സബ്സ്റ്റൻസിൽ വരുന്നത് എലമെന്റ്സും കോമ്പൗണ്ട്സും ആണ്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്ത് നമുക്ക് മിക്സ്ചറിനെ കുറിച്ചാണ് നോക്കാനുള്ളത്. മിക്സ്ചർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പ്യൂർ സബ്സ്റ്റൻസ് പറഞ്ഞ ഒരു ടൈപ്പ് പാർട്ടിക്കിൾ ആണെങ്കിൽ മിക്സറിനകത്ത് ഒന്നിൽ കൂടുതൽ ടൈപ്പ് പാർട്ടിക്കിൾസ് ആയിരിക്കും. അവർ ഫോം ചെയ്തിരിക്കുന്നത് കെമിക്കൽ റിയാക്ഷൻ വഴി ആയിരിക്കില്ല, വെറുതെ മിക്സ് ചെയ്ത് മാത്രമായിരിക്കും കാണപ്പെടുന്നത്. മിക്സ്ചേഴ്സ് കണ്ടെയ്ൻ more than one type of particles. Example: all types of solutions, gold ornaments, seawater, muddy water, air, etc. There are two types of mixtures, homogeneous and heterogeneous. So mixtures എന്ന് പറയുന്നത് more than one type of particles ആണ്. പറഞ്ഞു, കെമിക്കലായിട്ട് കമ്പൈൻ ചെയ്തതല്ല, ജസ്റ്റ് മിക്സിങ് മാത്രമാണ്. Example: all type of solutions. Solutions are mixtures. Gold ornaments, another example for mixture. Seawater, muddy water, air. So there are the examples for mixtures. Mixtures can be classified into two types of mixtures are available: homogeneous and heterogeneous. Mixtures can be classified into two: homogeneous and heterogeneous. So what is homogeneous mixture? Homogeneous mixture. Mixtures having uniform composition throughout are called homogeneous mixtures. Mixtures having uniform composition throughout the mixture is called homogeneous mixture. അപ്പോൾ ഒരു ഹോമോജീനിയസ് മിക്സർ എന്ന് പറയുമ്പോൾ അതിന്റെ കോമ്പോസിഷൻ നമ്മൾ എവിടെ നിന്ന് എടുത്താലും സെയിം ആയിരിക്കും. എക്സാമ്പിൾ നമ്മൾ ഷുഗർ സൊല്യൂഷൻ പറയുന്നു, അല്ലെങ്കിൽ സാൾട്ട് സൊല്യൂഷൻ പറയുന്നു. അതിനകത്ത് നമ്മൾ എവിടെ നിന്ന് എടുത്താലും അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഒരേ കണക്കായിരിക്കും, ടേസ്റ്റ് ഒരേ കണക്കായിരിക്കും. അതുകൊണ്ട് സൊല്യൂഷൻ എന്നറിയപ്പെടും. സൊല്യൂഷൻസ് എല്ലാം ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആണ്. ഓൾ ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് ആർ ഹോമോജീനിയസ്. എയർ മറ്റൊരു എക്സാമ്പിൾ ആണ്. ഹോമോജീനിയസ് എന്ന് പറയുമ്പോൾ സെയിം ആയിരിക്കും, എവിടെ നിന്ന് പോയാലും ഏത് പാർട്ടിൽ നിന്ന് എടുത്താലും സെയിം ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ യൂണിഫോം കോമ്പോസിഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് അതിന് സൊല്യൂഷൻ എന്ന് വിളിക്കാം. മറ്റ് സൊല്യൂഷന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് അതിനെ നേക്കഡ് ഐസ് വെച്ചിട്ടുണ്ട്, പാർട്ടിക്കിൾസിന് വിസിബിൾ അല്ല എന്നിങ്ങനെയൊക്കെ ഉള്ള പ്രോപ്പർട്ടീസ് നമുക്ക് എയ്ത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ഹെറ്ററോജീനിയസ് മിക്സ്ചർ? Mixtures having different composition and different parts are called heterogeneous mixtures. Example: seawater, soil, etc. മിക്സറിന് ഡിഫറെന്റ് കോമ്പോസിഷൻ ആണെങ്കിൽ, പല പാർട്ടിൽ നിന്ന് എടുക്കുമ്പോൾ പല കോമ്പോസിഷൻ കാണിച്ചാൽ അതിന് നമ്മൾ ഹെറ്ററോജീനിയസ് മിക്സ്ചർ എന്ന് വിളിക്കാം. Mixtures having different composition with different parts are called heterogeneous mixtures. Example: seawater, soil, etc. സോയിൽ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം പല സ്ഥലത്തും പല കോമ്പോസിഷൻ ആയിരിക്കും, പല പാർട്ടിക്കിൾസ് ആയിരിക്കും ഉണ്ടാവുക, അല്ലെ? അപ്പൊ അതുകൊണ്ട് അത് ഹെറ്ററോജീനിയസ് മിക്സ്ചർ ആണ്. ഇപ്പൊ ടോട്ടൽ നമ്മളിവിടെ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ മാറ്ററിന് നമുക്ക് മെയിൻ ആയിട്ട് പ്യൂർ സബ്സ്റ്റൻസ് എന്നും മിക്സ്ചർ എന്നും രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ആ ഫർദർ ക്ലാസിഫിക്കേഷൻസ് ആണ് പിന്നെ നമുക്ക് പോകുന്നത്. പ്യൂർ സബ്സ്റ്റൻസ് മിക്സ്ചർ എന്നും മെയിൻ ആയിട്ട് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ആ
പ്യുവർ സബ്സ്റ്റൻസിന് തന്നെ നമ്മൾ പിന്നെയും എലമെന്റ്സ് എന്നും കോമ്പൗണ്ട്സ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. എലമെന്റ്സ് എന്ന് പറയുമ്പോൾ പ്യുവർ സബ്സ്റ്റൻസിനകത്ത് ഒരു ടൈപ്പ് പാർട്ടിക്കിൾസ് ആണ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു, ഒരു ടൈപ്പ് ആറ്റം ആണുള്ളതെന്ന് നമുക്ക് പറയാം. അതിനകത്ത് ആ എലമെന്റിനെ തന്നെ നമ്മൾ ആറ്റം എന്നും മോളിക്യൂൾ എന്നും പറയുന്നു, രണ്ടായിട്ട് പറയാം. എലമെന്റിനകത്ത് ആറ്റംസോ അല്ലെങ്കിൽ മോളിക്യൂൾസോ ആണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ മോളിക്യൂൾസിനെ തന്നെ നമുക്ക് മോണോ അറ്റോമിക് എന്നും ഡൈ അറ്റോമിക് എന്നും പോളി അറ്റോമിക് എന്നും ക്ലാസിഫൈ ചെയ്യാം. അതിന്റെ എക്സാമ്പിൾസും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർക്കുക. ഇനി രണ്ടാമത്തെ ടൈപ്പ് പ്യുവർ സബ്സ്റ്റൻസ് നമ്മൾ പറഞ്ഞത് കോമ്പൗണ്ട്സ് ആയിരുന്നു. കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് ആറ്റം ആയിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കേണ്ടത്. രണ്ട് ഡിഫറെന്റ് എലമെന്റ്സിന്റെ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്ത് ഫോം ചെയ്യാൻ പറ്റൂ? കോമ്പൗണ്ട് ഫോം ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് പ്യുവർ സബ്സ്റ്റൻസ് കഴിഞ്ഞ് നമ്മൾ പറയുന്നത് മിക്സ്ചറുകളാണ്. മിക്സ്ചർ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ കോമ്പോസിഷൻ വഴി ഉണ്ടാകുന്ന മെറ്റീരിയൽസ് അല്ല. അതിനകത്ത് ഒന്നിൽ കൂടുതൽ പാർട്ടിക്കിൾസ് ഉണ്ട്, ജസ്റ്റ് മിക്സ് ചെയ്ത് കിടക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അതിനകത്ത് നമുക്ക് മിക്സ്ചേഴ്സിനെ തന്നെ ഹോമോജീനിയസ് എന്നും ഹെട്രോജീനിയസ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഹോമോജീനിയസ് മിക്സ്ചേഴ്സിനകത്ത് വരുന്നതാണ് സൊല്യൂഷൻസ് എന്ന കാറ്റഗറി. അതിനകത്ത് നമുക്ക് യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഒരു മിക്സ്ചറിനകത്ത് യൂണിഫോം കോമ്പോസിഷൻ എക്സ്പീരിയൻസ് ചെയ്താൽ അതിന് നമുക്ക് ഹോമോജീനിയസ് എന്ന് വിളിക്കും. അതേസമയം ഡിഫറെന്റ് കോമ്പോസിഷൻ ആണുള്ളതെങ്കിൽ നമ്മൾ അതിനെ എന്ന് വിളിക്കുന്നു, ഹെട്രോജീനിയസ് എന്ന് വിളിക്കുന്നു. ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിൽ മാത്രമാണ് ഈ ചാപ്റ്ററിൽ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്ററിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. അതുവരെ ഈ കാര്യങ്ങളൊന്ന് വായിച്ച് ഒന്ന് ഓർമ്മയിൽ സൂക്ഷിക്കുക. എല്ലാവർക്കും ബൈ.